ഇപ്പോൾ വിദേശത്തൊക്കെ പോയി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു മണിക്കൂറിന് ചിലപ്പോൾ $10 വല്ലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഡോളർ ഇവിടെ വരുമ്പോൾ 10,000 രൂപയായിട്ട് മാറും ഒരു മണിക്കൂറിന്. അത് മനസ്സിലായത്. അപ്പോൾ അത് അനുസരിച്ച് വ്യത്യാസം വരുന്ന പോലെ തന്നെയാണ് ഈ ദൈവമായിട്ടുള്ള മൂല്യനിർണ്ണയത്തിൽ വരണത്. പാസ്റ്റ് എന്നുള്ള സംഭവം ദൈവത്തിനില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഫ്യൂച്ചറും ഇല്ല, എവർ പ്രസൻറ്റാണ് ഉള്ളത്. എവർ പ്രസൻറ്റ് ഉള്ളത് കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഒരു ചെറിയ ദൈവത്തെ വേണ്ട വിധം മനസ്സിലാകാഞ്ഞത് കൊണ്ടോ വിശ്വാസത്തിൽ ആഴപ്പെടാഞ്ഞ കൊണ്ടോ സാക്ഷി ജീവിതത്തിൽ ചില സമയത്ത് പരിക്കുകളുണ്ടാകും. പരിക്കുകളല്ല, വീക്ക് ടൈം ഉണ്ടാകും. നമുക്കിത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും, അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അതിനാണ് നമ്മൾ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും മാർക്ക് ഭൂതകാലത്ത് നമ്മൾ ജീവിച്ചപ്പോൾ ദൈവദൃശ്യത്തിന് കൃപ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കൃപ നമുക്ക് പരിഹരിക്കാൻ പറ്റും, ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വേഗുല കാലങ്ങളില്ലേ, നമുക്കറിയാമല്ലോ ക്രിസ്ത്യാനിറ്റിയിൽ എപ്പോഴും വരുമ്പോൾ ഈ കുരിശ് കൃപയാക്കുന്ന പ്രോസസ്സാണ് എൻ്റെ അടുത്ത് ഉള്ളത്. കൃപയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണെങ്കിലും നമുക്ക് കൃപ എന്ന് പറഞ്ഞാൽ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഒരു പാക്ഡ് ഫുഡായിട്ട് നമുക്ക് കൃപ കിട്ടത്തില്ല. നമുക്ക് തരുന്നത് കുരിശാണ്. കുരിശിൽ നമ്മൾ തരുന്ന കുരിശിൽ അത് ഭാര്യയിൽ നിന്നാകാം, ഭർത്താവിൽ നിന്നാകാം, നാട്ടുകാരിൽ നിന്നാകാം, എവിടെ നിന്നാകാം. നമുക്ക് തരുന്ന ഒരു കുരിശ് അസംസ്കൃത പദാർത്ഥം അതാണ്. അത് നമ്മൾ ഒരേ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് അത് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടാണ് അതിൻ്റെ താറ് വേറെ, വെള്ളം വേറെ, ഗ്യാസ് വേറെ ആയിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കൃപ ഉൽപ്പാദിപ്പിച്ചെടുക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ജീവിത അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്താണ്? ഫെയ്ത്ത്, ഹോപ്പ്, ചാരിറ്റി ആൻഡ് സബ്മിഷൻ, ഡെഡിക്കേഷൻ. തിയോളജിക്കൽ വെർച്യൂസ് എന്ന് പറയുമ്പോൾ ഈ 3 വെർച്യൂസിനെ കുറിച്ചാണ് ക്ലാസിക്കലായിട്ട് പഠിക്കണമെങ്കിലും ഏറ്റവും ക്യൂൻ ഓഫ് വെർച്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ക്യൂൻ ഓഫ് പ്രൂഡൻസ്, ക്യൂൻ ഓഫ് വെർച്യൂ പ്രൂഡൻസ് ആണെന്ന് പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ക്യൂൻ ഓഫ് വെർച്യൂ എന്ന് പറയണത് അതിൻ്റെ കിങ്ങാണ്. ക്യൂൻ ഓഫ് വെർച്യൂ പ്രൂഡൻസ് ഇപ്പം അത് തിരുത്താൻ പോകണ്ടേ, കാരണം ദൈവശാസ്ത്രപരമായ ഒരു ഡെവലപ്മെൻറ്റ്സ് ആണത്. പക്ഷെ അതായത് കിങ് ഓഫ് അല്ലെങ്കിൽ ഈ എംപറർ ഓഫ്